Good afternoon, all. Good afternoon, ma'am. Okay, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മോർച്ചറി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മോർച്ചറി. മോർച്ചറിയുടെ ഫങ്ഷണൽ ഏരിയാസ് ആണ് നമ്മൾ പഠിച്ചത്. പാർക്കിംഗ് ഏരിയനെ കുറിച്ച് പറഞ്ഞു, റിസപ്ഷൻ, ട്രോളി ബേ, വെയിറ്റിംഗ് ഏരിയ, അതുപോലെ തന്നെ ടെമ്പറേച്ചറുകൾ ഏതൊക്കെയാണ്, പോസിറ്റീവ് നെഗറ്റീവ് ടെമ്പറേച്ചറുകൾ, ദെൻ ഡോക്ടേഴ്സിന്റെ റൂം, സ്റ്റോർ റൂം, റൂം ഫോർ ടെക്നീഷ്യൻ അസിസ്റ്റൻസ്, ചേഞ്ചിങ് റൂം, ടോയ്ലറ്റ്സ്, ഇത്രയൊക്കെയാണ് ഒരു മോർച്ചറിയുടെ ഫങ്ഷണൽ ആയിട്ടുള്ള ഏരിയകൾ. ഓക്കെ, അതുവരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത്. ഇനി നെക്സ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് മോർച്ചറി. മോർച്ചറിയുടെ തന്നെ പലതരത്തിലുള്ള ടൈപ്സുകളാണ് ഇനി നമ്മൾ നോക്കുന്നത്. ടൈപ്സ് ഓഫ് മോർച്ചറി. അതിൽ ഫസ്റ്റ് ടൈപ്പ് ആണ് വെയിറ്റിംഗ് മോർച്ചറി. ഓക്കെ, അപ്പോ ഇനി എന്താണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് നോക്കാം. A waiting mortuary is a mortuary building planned specifically for the purpose of affirming that deceased persons are truly dead. എന്നോട് പറയുന്നത്, അതായത് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മോർച്ചറി ബിൽഡിംഗ് തന്നെയാണ്, ഒരു മോർച്ചറി തന്നെയാണ്, സ്പെസിഫിക്കലി ഫോർ ദ പർപ്പസ് ഓഫ് affirming that deceased persons are truly dead. അതായത് യഥാർത്ഥത്തിൽ ആ ഒരു വ്യക്തി മരിച്ചു എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്ന ആ ഒരു മോർച്ചറിയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതെന്ന് പറയുന്നത് അടുത്ത പോയിന്റിൽ പറയുന്നത് നോക്കാം. സെക്കൻഡ് പോയിന്റ് ഒന്ന് വായിക്കാം, അപ്പൊ കുറച്ചുകൂടി ക്ലിയർ ആവും. ബിഫോർ ദ എമർജൻസി മോഡേൺ മെത്തേഡ്സ് ഓഫ് വെരിഫൈങ് ഡെത്ത്, പീപ്പിൾ ഫിയർ ദാറ്റ് ദേ വുഡ് ബി ബറീഡ് അലൈവ്. അതായത് ബിഫോർ ദ എമർജൻസി ഓഫ് മോഡേൺ മെത്തേഡ്സ്, അതായത് പണ്ട് കാലങ്ങളില്, പഴയ കാലഘട്ടങ്ങളില്, മീൻസ് കുറച്ചും കൂടി മോഡേൺ മെത്തേഡ്സ് ഒന്നും വരാത്ത ആ ഒരു പഴയ കാലഘട്ടങ്ങളില് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഴ്സൺസിനെ, ഇപ്പൊ ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് മരിച്ചു എന്നുള്ള തെളിയിക്കുന്ന ആധുനിക ഡോക്ടേഴ്സ് ഒന്നും നോക്കില്ലോ അങ്ങനെയുള്ള ഒരു ആധുനിക രീതികളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ശരിക്കും ആ വ്യക്തി മരിച്ചിട്ടുണ്ടോ, മരണപ്പെടുന്നതിന് മുൻപായിട്ട് തന്നെ മരിച്ചു, ചിലപ്പോ ജീവനുണ്ടോ, ജീവനോടെയാണോ കുഴിച്ചു മൂടുന്നത് എന്നുള്ള ഒരു പേടിയൊക്കെ പണ്ടുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നത്. കാരണം ഇന്ന് അങ്ങനെയുള്ള മരിച്ചു എന്ന് സ്ഥിരീകരിക്കാനായിട്ട് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. മരണം ഡെഡ് ആയി എന്നുള്ളത് നമ്മൾ സ്ഥിരീകരിച്ചിട്ടാണ്. പക്ഷെ പണ്ടത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഒരു മെത്തേഡ്സ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ അവർക്കൊരു പേടി ഉണ്ടായിരുന്നു. പഴയ കാലത്തെ ആളുകളുടെ ഉള്ളില് മരണപ്പെട്ട് മീൻസ് അത് മരണപ്പെട്ടിട്ടുണ്ടോ, ഇനി ആ ബോഡിക്ക് ജീവനുണ്ടോ, ആ ജീവനോട് കൂടിയാണോ സംസ്കരിക്കുന്നത് എന്നുള്ള ഒരു പേടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മള് അതുവരെ നമ്മള് ആ ഭയങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇങ്ങനെ ബോഡിക്ക് ജീവനുണ്ടോ എന്നുള്ള ഒരു ഭയമൊക്കെ ഉണ്ടാവുകയും ഈ ഭയം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വെയിറ്റിംഗ് മോർച്ചറി എന്നൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ആ മരിച്ച ഡെഡ് ബോഡി നമ്മൾ ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് നമ്മൾ മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കി. To lessen such fears, the lately deceased were housed for a time in a waiting mortuaries, where attendants would watch for signs of life. അതായത് നമ്മൾ ഈ ഡെഡ് ബോഡി വെയിറ്റിംഗ് മോർച്ചറിയിൽ വെക്കുന്നതാണ്. എന്നിട്ട് എന്തെങ്കിലും ജീവന്റെ എന്തെങ്കിലും കണ്ടോ, ലൈഫ് സയൻസ് ഓഫ് ലൈഫ്, ജീവന്റെ എന്തെങ്കിലും അംശം ഉണ്ടോ അല്ലെങ്കിൽ ആ ബോഡിക്ക് ജീവൻ ഉണ്ടോ എന്ന് നമ്മൾ ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. The corpse would be allowed to decompose partially prior to birth. അതായത് എന്താണ് പറയുന്നത്, അതായത് നമ്മൾ വെയിറ്റിംഗ് മോർച്ചറിയിൽ വെച്ച് കഴിഞ്ഞു, ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഡെഡ് ബോഡി ഒരുപാട് നാള് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ, സൂക്ഷിക്കാൻ പറ്റുമോ? ഡെഡ് ബോഡി ഒരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും പയ്യെ അത് കോപ്സ് എന്ത് ചെയ്യും? കോപ്സ് എന്ന് വെച്ചറിയാലോ, മൃതശരീരമാണ്, ഡെഡ് ബോഡി തന്നെയാണ്. ഈ ഡെഡ് ബോഡി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഭാഗികമായിട്ട് അത് അഴുകാൻ തുടങ്ങും, ഡീകമ്പോസ് ആകാൻ തുടങ്ങും. ഇല്ലേ, ഒരുപാട് നാള് വെക്കാൻ പറ്റും ഡെഡ് ബോഡി? ഇല്ല, അത് അഴുകാനായിട്ട് തുടങ്ങും അല്ലെ. മനുഷ്യരുടെ ആണെങ്കിലും മൃഗങ്ങളുടെ ആണെങ്കിലും ഡെഡ് ബോഡി എന്ത് ചെയ്യും, കുറച്ച് നാൾ കഴിയുമ്പോഴേക്ക് അത് ഡീകമ്പോസ്ഡ് ആവും. സോ ഈ വെയിറ്റിംഗ് മോർച്ചറിയിൽ കുറച്ച് ദിവസം ഈ ഡെഡ് ബോഡി സൂക്ഷിക്കും. അപ്പൊ ഒരു കുറച്ച് 3-4 ദിവസം കഴിയുമ്പോഴേക്കും ഇത് പാർഷ്യലി ഡീകമ്പോസ്ഡ് ആവാൻ തുടങ്ങും. എന്നിട്ടാണ് മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നത്. ദെൻ അതിന് നമ്മൾ സംസ്കാരം മീൻസ് ദഹിപ്പിക്കും, ബോഡി നമ്മൾ ദഹിപ്പിക്കുന്നത് ശേഷമാണ്. അതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആണോ? അതായത് പഴയ കാലത്തെ നമ്മൾ ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളോ ഡോക്ടേഴ്സ് കൊണ്ട് സ്ഥിരീകരിക്കുന്നതോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. സോ ആളുകൾക്ക് ഒരു ഭയമായിരുന്നു, ഈ വ്യക്തി മരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ജീവനുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഉണ്ടായിരുന്നു. ഈ ജീവനോടെ ആണോ
നമ്മൾ സംസ്കരിക്കുന്നത് എന്നുള്ളൊരു ബയോഗ് ഉണ്ടായിരുന്നു. സോ ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ്, ഈ ബയോഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറി എന്നുള്ളൊരു സംവിധാനം വന്നത്. സോ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ മരണപ്പെട്ട ആളുടെ ഡെഡ് ബോഡി വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കും. അവിടെ എന്തെങ്കിലും ജീവന്റെ സയൻസുകൾ ഉണ്ടോ എന്ന് നമ്മൾ വാച്ച് ചെയ്യുന്നു. കുറച്ച് 3-4 ദിവസം കഴിയുമ്പോഴേക്കും ശരീരം എന്ത് ചെയ്യും, ഡീകമ്പോസ്ഡ് ആവാൻ തുടങ്ങും. അപ്പോഴാണ് ആ വ്യക്തി മരണപ്പെട്ടു എന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നത്. 3 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും ഡീകമ്പോസ്ഡ് ആയി കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഒരു ഡെഡ് ബോഡി അഴുകാൻ തുടങ്ങി കഴിയുമ്പോഴാണ് മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതായത് വെയിറ്റ് ചെയ്യുന്നു, ആള് മരണപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റിംഗ് മോർച്ചറിയിൽ വെച്ച് 3-4 ദിവസം നോക്കിയാണ് എന്തെങ്കിലും സയൻസ് ഉണ്ടോ. ദെൻ നമ്മൾ ഡീകമ്പോസ്ഡ് ആവാൻ തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വ്യക്തി മരണപ്പെട്ടു എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വെയിറ്റിംഗ് മോർച്ചറി ഒന്ന് വായിച്ചു നോക്കിയേ. വെയിറ്റിംഗ് മോർച്ചറി വായിച്ചു നോക്കാം കേട്ടോ. 3-4 സെന്റൻസ് ഉണ്ട്. കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ വെയിറ്റ് ചെയ്ത് വെക്കുകയാണ്. ആള് ശരിക്കും മരിച്ചോ അല്ലെങ്കിൽ മരണപ്പെട്ടോ അല്ലെങ്കിൽ ജീവനുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ആണ് ഞാൻ പറഞ്ഞത്. അതായത് ഡെഡ് ബോഡി, മരണപ്പെട്ട വ്യക്തി ശരിക്കും യഥാർത്ഥത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. എമർജൻസി ഓഫ് മോഡേൺ മെത്തേഡ്സ് വെരിഫൈങ് ദാറ്റ് പീപ്പിൾ ഫെയർഡ് ദാറ്റ്. അതായത് മോഡേൺ മെത്തേഡ്സ് വരുന്നതിന് മുൻപ്, മീൻസ് പഴയ കാലഘട്ടത്തിൽ ഡെത്ത് ഒന്നും വെരിഫൈ ചെയ്തിരുന്നില്ല. മരണം മീൻസ് ഇതുപോലെ ഡോക്ടർ വന്നൊന്നും വെരിഫിക്കേഷൻ ഒന്നും ചെയ്തിട്ടില്ല. സോ അവർക്കൊരു പേടി ഉണ്ടായിരുന്നു. മീൻസ് ജീവനോടെയാണോ അവർ സംസ്കരിക്കുന്നത് എന്നുള്ള ഒരു പേടി പണ്ട് കാലങ്ങളിൽ ആളുകൾക്ക് ഉണ്ടായിരുന്നു. ഈ പേടി മാറ്റാൻ വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറി എന്നുള്ള ഒരു സംവിധാനം വന്നത്. ദെൻ നമ്മൾ ഡെഡ് ബോഡി വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. ദെൻ സൂക്ഷിച്ചു കഴിഞ്ഞ് 1-2 ദിവസം കഴിയുമ്പോൾ ഡീകമ്പോസ് ആവാൻ തുടങ്ങും. അഴുകാൻ തുടങ്ങുമ്പോഴാണ് ആ മരണപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. ജീവനുണ്ടെങ്കിൽ അങ്ങനെ ഡീകമ്പോസ്ഡ് ആകോ? ഇല്ല, അല്ലേ? സോ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നത്. ക്ലിയർ ആണോ? വായിച്ചു നോക്കാം കേട്ടോ വെയിറ്റിംഗ് മോർച്ചറി. അതെ, തന്നിരിക്കുന്ന വേർഡ്സ് കുറച്ച് എന്താ പറയാ അങ്ങോട്ട് ഇങ്ങോട്ട് വളച്ചൊടിച്ചൊക്കെ തന്നിരിക്കുകയാണ്. നിങ്ങൾ കാര്യം സംഭവം എളുപ്പമാണ് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. പേരിൽ തന്നെയുണ്ടല്ലോ വെയിറ്റ് ചെയ്യുന്നതാണ്. ആള് യഥാർത്ഥത്തിൽ മരിച്ചോ ഇല്ലയോ എന്ന് നമ്മള് വെയിറ്റ് ചെയ്യുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റിംഗ് മോർച്ചറി കൊണ്ട് നമ്മൾ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. രണ്ടാമത്തെ ടൈപ്പാണ് ഹോസ്പിറ്റൽ മോർച്ചറി. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി. A hospital mortuary is situated within a hospital. Hospital mortuary എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? ഹോസ്പിറ്റലിൽ തന്നെയാണ്. A care center, a hospital or retirement home. Hospital mortuary എന്ന് പറയുന്നത് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ഉണ്ടാകും. ചിലപ്പോൾ കെയർ സെന്റേഴ്സുകളിൽ ഉണ്ടാകും. അതുപോലെ ഹോസ്പൈസ്, പാലിയേറ്റീവ് കെയർ പോലുള്ള ഹോസ്പൈസുകൾ, അതുപോലെ റിട്ടയർമെന്റ് ഹോം, ഇവിടെയൊക്കെയാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it employs salaried personnel called mortician, personnel called mortuary disinfection service agent or morticians. അതായത് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നമ്മൾ സാലറി കൊടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റാഫ് ഉണ്ട്. അതായത് മോർച്ചറിയിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റാഫ് ഉണ്ട്. സാലറിയുടെ പേഴ്സണൽ ആണ്. ആ വ്യക്തിനെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻസ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യണം കേട്ടോ അത്. അതായത് ഹോസ്പിറ്റൽ മോർച്ചറിയില്ല സാലറൈസ് നമ്മൾ നിർത്തുന്ന സാലറി ഒക്കെ കൊടുത്ത് മോർച്ചറിയിലെ കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്ന ഒരു എംപ്ലോയിനെ വിളിക്കുന്ന പേരാണ് മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻസ്. അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. ആ ഹോസ്പിറ്റൽ മോർച്ചറിയിലെ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തി. അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും. മോർട്ടീഷ്യൻ ഓർ മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ്. Okay, then
Hospital mortuaries are part of hospital services. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സേവനങ്ങളുടെ ഒരു ഭാഗമാണെന്ന്. Then a hospital mortuary may be delegated as an autopsy site for forensic purpose. ഹോസ്പിറ്റലിലെ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോപ്സി പർപ്പസിന് വേണ്ടിയും, ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓട്ടോപ്സി പോസ്റ്റ്മോർട്ടം അല്ലെ? ചില പേഷ്യൻസിന്റെ നമ്മൾ അസ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യും. സോ ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. അതുപോലെ ഫോറൻസിക് പർപ്പസ് എന്തെങ്കിലും ഇതുപോലെയുള്ള മറ്റ് MLC ആയിട്ടുള്ള കേസുകളോ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണങ്ങളൊക്കെ ആണെങ്കിൽ ഫോറൻസിക് അന്വേഷണങ്ങളൊക്കെ ഉണ്ടാകും. സോ അതിന്റെ പർപ്പസിനൊക്കെ വേണ്ടിയും നമ്മൾ ഹോസ്പിറ്റൽ മോർച്ചറികളുടെ ബോഡി സൂക്ഷിക്കുന്നു. ഓക്കെ, ഹോസ്പിറ്റൽ മോർച്ചറി ഒന്നും കൂടി പറയാം. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത് സിറ്റുവേറ്റ് ചെയ്യുന്നത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഉണ്ടാകാം. അതുപോലെ മറ്റു കെയർ സെന്റേഴ്സുകള്, ഹോസ്പൈസുകള്, റിട്ടയർമെന്റ് ഹോം, ഇവിടെയൊക്കെ എല്ലാം ഉള്ളത് ഹോസ്പിറ്റൽ മോർച്ചറിയാണ്. ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നമ്മൾ സാലറി കൊടുത്ത് നിൽക്കുന്ന അവിടുത്തെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മോർട്ടീഷ്യൻ അല്ലെങ്കിൽ മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സർവീസസിന്റെ ഒരു പാർട്ടാണ്. ഹോസ്പിറ്റൽ നൽകുന്ന സേവനങ്ങളുടെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ മോർച്ചറി. Then a hospital mortuary may be delegated as an autopsy site for forensic purpose. ഈ മോർച്ചറി, അതായത് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോപ്സി ചെയ്യാനും അതുപോലെ തന്നെ ഫോറൻസിക് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഹോസ്പിറ്റൽ മോർച്ചറി അണ്ടർലൈൻ ചെയ്യേണ്ട ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്തു എല്ലാവരും. മോർട്ടീഷ്യൻ, ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ആണ് കേട്ടോ. Okay. Then next അടുത്ത sentence നോക്കിയേ. In rural areas where there are no burial facilities nearby, a hospital mortuary may receive the body of an individual who died outside its own vicinity for a fee. അതായത് ഇപ്പൊ റൂറൽ ഏരിയാസിലൊക്കെ ആണെങ്കിൽ, ഇപ്പൊ ഗ്രാമപ്രദേശങ്ങളിലും മറ്റും അതുപോലെ ഡെഡ് ബോഡി കീപ്പ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും മറ്റൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കൊണ്ടുവന്ന് ഡെഡ് ബോഡി സൂക്ഷിക്കുന്നു. then അതിനൊരു ചെറിയൊരു ഫീസും കാര്യങ്ങളും ഈടാക്കുന്നു. ഫ്രീ ആയിട്ടൊന്നല്ല, നമ്മളൊരു ചെറിയൊരു ഫീസും അത് അവരിൽ നിന്ന് വാങ്ങിക്കുന്നു. ചിലപ്പോൾ റൂറൽ ഏരിയയിലൊക്കെ ആണെങ്കിൽ ഡെഡ് ബോഡി വെച്ചുകൊണ്ടിരിക്കാനായിട്ടുള്ള ഒന്നും പ്ലേസ് ഒന്നും അവർക്ക് ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ വെയിറ്റിംഗ് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ഡെഡ് ബോഡി സൂക്ഷിക്കും. നിശ്ചിതമായിട്ടുള്ള ഒരു ചെറിയൊരു ഫീസോട് കൂടിയിട്ട് ഡെഡ് ബോഡി അവിടെ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ കീപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കിയേ. ഹോസ്പിറ്റൽ മോർച്ചറി വായിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കിക്കോളൂ കേട്ടോ. വായിച്ചോ ഹോസ്പിറ്റൽ മോർച്ചറി? എന്നിട്ട് പറയണോ? പറയാം കേട്ടോ, നോക്കാൻ ശ്രദ്ധിക്കാം. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഹോസ്പിറ്റൽ മോർച്ചറികളുണ്ട്. അതുപോലെ തന്നെ ഹോസ്പൈസ്, റിട്ടയർമെന്റ് ഹോം, ഇവിടേക്കുള്ളതാണ് ഈ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ ആ മോർച്ചറിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു എംപ്ലോയി ഉണ്ട്. ആ എംപ്ലോയിയുടെ പേരാണ് മോർട്ടീഷ്യൻ അല്ലെങ്കിൽ മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ സർവീസസിന്റെ ഒരു ഭാഗമാണ്. പിന്നെ പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോപ്സി ഒക്കെ നടത്താനും പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്താനും അതുപോലെ ഫോറൻസിക് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നു. ക്ലിയർ ആണോ? ഈ ഒരു ചാപ്റ്ററിലെ ഇതിനകത്തുള്ള കാര്യങ്ങൾ എന്താണോ ടെക്സ്റ്റിൽ തന്നിരിക്കുന്നത് അത് തന്നെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കണം. കാരണം ഇതിൽ കൂടുതലൊന്നും ഇതിൽ പുറത്തുനിന്നൊന്നും പറയാനില്ല.
ഓക്കെ, മാക്സിമം അത് എന്താണെന്നുള്ളതാണ് അവർ കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ കൂടുതൽ നമുക്ക് വേറെ എക്സാമ്പിൾ വെച്ച് പറയാനോ അല്ലെങ്കിൽ ഒരുപാടൊന്നും തിയറിറ്റിക്കൽ പറയാനില്ല. എന്താണോ ടെക്സ്റ്റിലുള്ളത് അത് തന്നെ ചെയ്യും നമ്മൾ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, വേറെ ചാപ്റ്റർ പുറത്തു നിന്നൊന്നും ചോദിക്കില്ല. നമുക്ക് ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടാവുകയുള്ളൂ. വേറെ പുറത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ടെക്സ്റ്റിലുള്ളത് എന്തൊക്കെയാണോ അത് തന്നെ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, then next one, പ്രൈവറ്റ് മോർച്ചറി. നമ്മൾ ടൈപ്പ് ഓഫ് മോർച്ചറി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതില് ഫസ്റ്റ് വൺ ആണ് നമ്മൾ പഠിച്ചത് വെയിറ്റിംഗ് മോർച്ചറി, സെക്കൻഡ് വൺ ഹോസ്പിറ്റൽ മോർച്ചറി, തേർഡ് വൺ പ്രൈവറ്റ് മോർച്ചറി. നോക്കാം ഇനി പ്രൈവറ്റ് മോർച്ചറി എന്താണെന്ന് നോക്കാം. A private mortuary is a private structure to receive remains waiting for burial or cremation. Cremation എന്ന് വെച്ചാൽ എന്താണ്? ശവസംസ്കാരം എന്നൊക്കെ ഒരു മീനിങ് ആണ് കേട്ടോ. ക്രിമേഷൻ ദഹിപ്പിക്കുക മീൻസ് നമ്മൾ ഡെഡ് ബോഡി ദഹിപ്പിക്കുന്നത്. അപ്പോ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡ് ബോഡികൾ സൂക്ഷിക്കുകയും ദെൻ ആവശ്യമെങ്കിൽ അത് ദഹിപ്പിക്കുകയും ക്രിമേഷനും ചെയ്യുന്ന ആ ഒരു എന്താണ് ഒരു സ്വകാര്യ ഘടനയാണെന്ന്. അതായത് നമ്മൾ ഡെഡ് ബോഡി അവിടെ കീപ്പ് ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ അത് ക്രിമേഷനും ചെയ്യാം, അടക്കം ചെയ്യാനും സാധിക്കുന്നു. ദെൻ it is mostly used in some cases of death at home. ഇനി പ്രൈവറ്റ് മോർച്ചറിയിൽ നമ്മൾ ഡെഡ് ബോഡി സൂക്ഷിക്കുമ്പോൾ നോർമൽ ഡെത്ത്, അതായത് ഇപ്പോ വീട്ടിലെ സ്വാഭാവികമായിട്ടുള്ള മരണങ്ങൾ നടന്നിട്ടുള്ള വ്യക്തികളുടെ ഡെഡ് ബോഡീസ് മാത്രമേ നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാറുള്ളൂ. അതായത് ഇപ്പോ മരണപ്പെട്ട് കഴിഞ്ഞു, ചിലപ്പോൾ അവരുടെ മക്കളും മരണപ്പെട്ട വ്യക്തിയുടെ മക്കളൊന്നും ഉണ്ടാവില്ല, വിദേശത്ത് നിന്നൊക്കെ ആയിരിക്കും. അത്രയും ദിവസം വീട്ടിൽ ഡെഡ് ബോഡി സൂക്ഷിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഇതിനുള്ള പ്രൈവറ്റ് മോർച്ചറികളിൽ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്. പ്രൈവറ്റ് മോർച്ചറിയിൽ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള മരണം, നോർമൽ ആയിട്ടുള്ള ഡെത്ത് ഉള്ള ഡെഡ് ബോഡീസ് മാത്രമേ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുകയുള്ളൂ. Unlike a hospital mortuary, a private mortuary may not receive the bodies of individuals who died of certain infectious diseases. അതായത് എന്താണ് പറയുന്നത്? പ്രൈവറ്റ് മോർച്ചറികൾ, അതായത് നമ്മള് ഹോസ്പിറ്റൽ മോർച്ചറിനും വ്യത്യസ്തമായിട്ട്, ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുമ്പോൾ ഏത് രീതിയിലും മരണപ്പെട്ടവരുടെ ഇടയ്ക്ക് ഡെഡ് ബോഡി സൂക്ഷിക്കും. പക്ഷേ പ്രൈവറ്റ് മോർച്ചറികൾ സ്വാഭാവിക മരണം, അതായത് വേറെ നോർമൽ ആയിട്ടുള്ള മരണമുള്ള കേസുകൾ മാത്രമേ ഡെഡ് ബോഡി സൂക്ഷിക്കുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള ഡിസീസസ് മൂലം മരണപ്പെട്ട വ്യക്തിയുടെ ഡെഡ് ബോഡി ഒക്കെ ആണെങ്കിൽ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കാറില്ല. ഓക്കെ, then all private mortuaries are run by funeral homes. അണ്ടർലൈൻ ചെയ്യാട്ടോ, ആ സെന്റൻസ് ഫുൾ ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം. എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ഫ്യൂണറൽ ഹോംസിന്റെ കീഴിലുള്ളതാണ്. All private mortuaries are run by funeral homes. ഇനി എന്താണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? ഫ്യൂണറൽ ഹോംസ് അതായത് നമ്മൾ മരിച്ചവരെ അടക്കം ചെയ്യാനോ മൃതശരീരങ്ങള് ശവസംസ്കാരത്തിനോ അടക്കം ചെയ്യാനായിട്ടുള്ള ആ ഒരു ഏരിയ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ശ്മശാനങ്ങളൊക്കെ പറയില്ലേ, അതായത് മരണപ്പെട്ടവരെ അടക്കം ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫ്യൂണറൽ ഹോംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ്. പ്രൈവറ്റ് മോർച്ചറീസ് ആർ പാർട്ട് ഓഫ് എക്സ്റ്റേണൽ സർവീസ് ഓഫ് ഫ്യൂണറൽ ഹോംസ്. ഫ്യൂണറൽ ഹോംസിന്റെ ബാഹ്യ സേവനങ്ങളാണ് പ്രൈവറ്റ് മോർച്ചറി ചെയ്യുന്നത്. അതായത് ഫ്യൂണറൽ ഹോംസിന്റെ ഭാഗം തന്നെയാണെന്ന് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ they come under the category either funeral home or funeral parlor. ഫ്യൂണറൽ ഹോമിനെ തന്നെ നമുക്ക് ഫ്യൂണറൽ പാർലർ എന്ന് വിളിക്കുന്നു. ഫ്യൂണറൽ ഹോം എന്താണെന്നൊന്നും പഠിക്കാനൊന്നും ഇല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നുള്ളൂ. ഫ്യൂണറൽ ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മരണപ്പെട്ട വ്യക്തികളെയൊക്കെ നമ്മൾ അടക്കം ചെയ്യുന്ന ആ ഒരു പ്ലേസ്. ഓക്കെ, അപ്പൊ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം. പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈവറ്റ് സ്ട്രക്ചർ ആണ്. നമ്മുടെ മരിച്ച വ്യക്തികളുടെ മൃതശരീരം സൂക്ഷിക്കുകയും പിന്നെ ആവശ്യമെങ്കിൽ ഡെഡ് ബോഡി നമ്മൾ ക്രിമേഷൻ ദഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു എന്താ പറയാ ഒരു പ്രൈവറ്റ് സ്വകാര്യപരമായിട്ടുള്ള ഒരു ഘടനയാണ്. ദെൻ ഇവിടെ നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ ഡെഡ് ബോഡി സൂക്ഷിക്കുന്നത് സ്വാഭാവിക മരണങ്ങളുള്ള ഡെഡ് ബോഡീസ് മാത്രമാണ്. ഇൻഫെക്ഷൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ ഡെഡ് ബോഡി സൂക്ഷിക്കില്ല. Then all private mortuaries run by funeral homes. എല്ലാ പ്രൈവറ്റ് മോർച്ചറിയും ഫ്യൂണറൽ ഹോംസിന്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ,
ദെൻ ഫ്യൂണറൽ ഹോംസിന്റെ സേവനങ്ങളാണ് ഈ പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദെൻ ഫ്യൂണറൽ ഹോം എന്ന് വിളിക്കുന്നു, ഫ്യൂണറൽ പാർലർ എന്ന് പറയുന്നു. ഇനി ഒന്ന് വായിച്ചു നോക്കി പ്രൈവറ്റ് മോർച്ചറി. ടെക്സ്റ്റ് ബുക്കില് ഇല്ല, അതാണോ? അങ്ങനെയാണോ പറഞ്ഞത്? ഫ്യൂണറൽ ഹോം ഓർ ഫ്യൂണറൽ പാർലർ ഇല്ലാന്നാണോ? എത്ര പേർക്ക് ഇല്ല? ലാസ്റ്റ് പോയിന്റ് ആണോ? ഉണ്ട്. ഓക്കെ, കുറച്ച് പേർക്ക് ഉണ്ട്. അങ്ങനെയാണോ? They come under the category either of funeral home or funeral parlor. രണ്ട് രീതിയിലും പറയാന്ന്. ഫ്യൂണറൽ ഹോം എന്ന് പറയും, ഫ്യൂണറൽ പാർലർ എന്നും വിളിക്കുന്നു. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മള് 3 ടൈപ്പ് മോർച്ചറി ആണ് പഠിച്ചത്. വെയിറ്റിംഗ് മോർച്ചറി, ദെൻ ഹോസ്പിറ്റൽ മോർച്ചറി ആൻഡ് പ്രൈവറ്റ് മോർച്ചറി. സോ അണ്ടർലൈൻ ചെയ്തിട്ട് തന്നിട്ടുള്ള ഭാഗങ്ങൾ പ്രത്യേകം പഠിക്കുക. ദെൻ 3 ടൈപ്പും വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. അത് ഒരുപാടൊന്നും ഇല്ല, എങ്കിലും കുറച്ചധികം വായിച്ച് മനസ്സിലാക്കാനുണ്ട് ആ ഒരു സെക്ഷൻ. ഓക്കെ, പെട്ടെന്ന് ഒരു പ്രാവശ്യം വായിച്ചാൽ ചിലപ്പോൾ അത് മനസ്സിലാവില്ല. സോ എന്ത് ചെയ്യാം, 2 വട്ടം അത് വായിക്കണം, എങ്കിലേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി പഠിക്കാൻ പറ്റുള്ളൂ. ഒരു പ്രാവശ്യം വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ല, ആണോ? നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററൊക്കെ പോലെ ഈസി ആയിട്ട് അങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല. കുറച്ച് കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ട് നിങ്ങൾ അറിയുന്നതാണ് അല്ലെ. മോർച്ചറി എന്ന് പറയുമ്പോൾ വലിയ അധികം അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ ടൈപ്സുകൾ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ടൈം അല്ലേ കേൾക്കുന്നത്, ആണോ? ചിലപ്പോൾ നേരത്തെ കേട്ടിട്ടുള്ളവരുണ്ടാവും കേട്ടോ, ഫസ്റ്റ് ടൈം ആണ് അല്ലെ. സോ അതുകൊണ്ട് അത് നന്നായിട്ട് വായിക്കണം. ഓക്കെ, 1-2 പ്രാവശ്യം അത് എഫോർട്ട് എടുത്ത് വായിച്ചാലേ മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം സെന്റൻസുകളാണെങ്കിലും കുറച്ച് ഒറ്റയടിക്ക് നിങ്ങൾക്ക് എളുപ്പം ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. ഇത് നിങ്ങൾക്ക് വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി കാണും ഇല്ലേ? കുറച്ച് അല്ലെ നേരെ കിടക്കേണ്ട സംഭവം വളച്ചൊടിച്ചൊക്കെയാണ് കുറച്ച് തന്നിരിക്കുന്നത് സെന്റൻസുകൾ, ആണോ? ആണോ? ഇല്ല, നിങ്ങൾ ഞാൻ ചോദിക്കുന്നതിനൊന്നും ഒരു റിപ്ലൈ ഇല്ലല്ലോ. ക്ലാസ്സിലുണ്ടോ? ശരി, ഉണ്ട് അല്ലെ. ഉറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എണീറ്റോളൂ കേട്ടോ. കുറച്ച് ബോറിംഗ് ഒക്കെ ആയിരിക്കും മോർച്ചറി അല്ലേ, വലിയ കേട്ടിരിക്കാൻ വലിയ സുഖമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. എങ്കിലും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചേ പറ്റൂ. സോ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വലിച്ചതിലേക്ക് അത് പറയാത്തത്. ഇതാണ് ടെക്സ്റ്റിലുള്ളത്, ഇത് മാത്രം നമ്മൾ പഠിക്കാം. ഓക്കെ, ആ ഒരു സെക്ഷൻ കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോയിന്റ്സുകളാണ് കേട്ടോ, എളുപ്പമാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ പറയുന്നത് ദ മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ ഈസ് അപ്ഡേറ്റഡ് പ്രിസിലി. അതായത് എന്താ പറയുന്നത്? പ്രിസിലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യണമെന്ന്. അതായത് മോർച്ചറി ഓക്യുപ്പൻസി രജിസ്റ്റർ, മോർച്ചറിയിൽ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ ഡെഡ് ബോഡി, അത് ഒരു രജിസ്റ്റർ ഉണ്ടാവുക. ആ രജിസ്റ്ററിൽ ഡെഡ് ബോഡി കൊണ്ടുവരുന്ന ആ ഒരു ഡെഡ് ബോഡിയുടെ പേരും വിവരങ്ങളും കൃത്യമായിട്ട് നമ്മൾ ആ മോർച്ചറി രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്നാണ് ഒന്നാമതായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തത്, the necessary temperature of the mortuary is observed and sustained. മോർച്ചറിയിൽ ടെമ്പറേച്ചർ എപ്പോഴും എന്ത് വേണം, ചെക്ക് ചെയ്യണം എന്ന് പോയിട്ട്. നമുക്കറിയാലോ ഡെഡ് ബോഡി ഇത്ര ടെമ്പറേച്ചറിലൊക്കെയാണ് സൂക്ഷിക്കുന്നത്, അഴുക്ക് ഡീകമ്പോസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. സോ അത് ഇടയ്ക്കൊക്കെ പോയി നോക്കണം, കറക്റ്റ് ടെമ്പറേച്ചർ ആണോ. ദെൻ സസ്റ്റൈൻഡ്, അതായത് ആ ടെമ്പറേച്ചർ ഒക്കെ നിലനിർത്തണം എന്ന്. മീൻസ് ചിലപ്പോൾ എന്തെങ്കിലും ഇത് വർക്ക് ചെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ആ ടെമ്പറേച്ചർ ഒക്കെ കറക്റ്റ് ആണോ എന്നൊക്കെ എന്ത് ചെയ്യണം, എപ്പോഴും പോയിട്ടൊന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഈ ഡെഡ് ബോഡി ഡീകമ്പോസ് ആവാൻ ചാൻസ് ഉണ്ട്. Then മൂന്നാമത്തത്, ക്ലീൻലിനെസ് ആൻഡ് ടൈറ്റ്നെസ് ഓഫ് ദ മോർച്ചറി ഈസ് സസ്റ്റൈൻഡ്. മോർച്ചറി എപ്പോഴും വൃത്തിയും അല്ലെങ്കിൽ എന്താണ് ശുചിത്വവും വൃത്തിയും ഉണ്ടായിരിക്കണം. കാരണം ഡെഡ് ബോഡീസ് ആണ്, ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും നീറ്റ് ആയിട്ടിരിക്കണം. സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സസ്റ്റൈൻഡ്. അതുപോലെ തന്നെ മോർച്ചറിയിൽ
മോർച്ചറിയുടെ സുരക്ഷ നിലനിർത്തുകയും ചെയ്യണം. മോർച്ചറിയുടെ സുരക്ഷ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരു സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം. കാരണം ഇപ്പോ എന്തെങ്കിലും ഇതുപോലെ അസ്വാഭാവിക മരണങ്ങളൊക്കെ ആണെങ്കിലേ ഡെഡ് ബോഡിയൊക്കെ ചിലപ്പോൾ മിസ്സാവാനൊക്കെ ചാൻസ് ഉണ്ട് അല്ലേ? നമ്മള് ഫിലിമിലൊക്കെ നിങ്ങൾ കാണാറില്ലേ, കേസ് അന്വേഷണത്തിനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഡെഡ് ബോഡി ആയിട്ട് മാറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും അല്ലേ? സോ അതുകൊണ്ട് ഡെഡ് ബോഡി എപ്പോഴും സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, മോർച്ചറിയിൽ സെക്യൂരിറ്റി വേണം. Then last one, infection control standards and agents are strictly sustained at all times. അല്ലെ? ഇൻഫെക്ഷൻ കൺട്രോൾ, അണുബാധ നിയന്ത്രണങ്ങളും അതിനുള്ള മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായിട്ടും മോർച്ചറിയുടെ ഉള്ളില് പാലിച്ചിരിക്കണം. നമ്മൾ പറഞ്ഞു ബോഡീസ് ആണ് അവിടെ കിടക്കുന്ന, ഡെഡ് ബോഡീസ് ആണ് അല്ലെ? അപ്പൊ പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് വന്ന് മരണപ്പെട്ട വ്യക്തികളായിരിക്കാം അല്ലെ? സോ അതിനനുസരിച്ചിട്ടുള്ള എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ് പാലിക്കണം. മോർച്ചറിയുടെ ഉള്ളിൽ നിൽക്കുന്ന ആളുകള് ചിലപ്പോൾ ഗ്ലൗസും മാസ്കും അങ്ങനെയുള്ള കുറച്ച് നമ്മള് ഇൻഫെക്ഷൻ കൺട്രോളിലായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏജൻസികൾ കൃത്യമായിട്ടും പാലിച്ചിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഒരു മോർച്ചറി മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങള്. ഓക്കെ, ഇങ്ങനെ വായിച്ചു നോക്കിയേ. മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. എളുപ്പമുണ്ടോ പോയിന്റ്? നിങ്ങൾക്ക് തന്നെ അത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് പോയിന്റ് ആണോ? അതായത് മോർച്ചറിയില് ഒരു രജിസ്റ്റർ ഉണ്ട്, ഒക്യുപ്പൻസി രജിസ്റ്റർ. ഒക്യുപ്പൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൊണ്ടുവരുന്ന ഡെഡ് ബോഡികളുടെ പേരുകളും കാര്യങ്ങളും കൃത്യമായിട്ട് രജിസ്റ്ററിൽ എഴുതിയിരിക്കണം. ടൈറ്റ്നസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൃത്തി, ശുചിത്വം. ക്ലീൻലെസ് എന്ന് വെച്ചാൽ ശുചിത്വം, വൃത്തി. ടൈറ്റ്നസ് വൃത്തി തന്നെയാണ് അർത്ഥം. ക്ലീൻ ആയിരിക്കണം എപ്പോഴും മോർച്ചറി സറൗണ്ടിങ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. ഓട്ടോപ്സി. എന്താണ് ഓട്ടോപ്സി? ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് തന്നെയാണ് ഓട്ടോപ്സി എന്ന് വിളിക്കുന്നത്. നോക്കാം. ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്, അതായത് ഡെഡ് ബോഡീസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ശവശരീരങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓട്ടോപ്സി. അല്ലെ? മരണപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നത്. എങ്ങനെയാണ് മരണപ്പെട്ടത് അല്ലെ? സ്വാഭാവിക മരണങ്ങൾക്ക് നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നു. അണ്ടർലൈൻ ചെയ്തോ? സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്. Then is carried out for clinical as well as medico-legal purpose. ഇത് ക്ലിനിക്കലിന് പരമായിട്ടും അതുപോലെ മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. മെഡിക്കൽ ലീഗൽ കേസസിൽ ഉണ്ടാകും അല്ലെ? ചിലപ്പോ ഇതുപോലെ എന്തെങ്കിലും ആള് സ്വയം മരിച്ചതാണോ, സൂയിസൈഡ് ഒക്കെ വരുമ്പോ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യും. കാരണം സൂയിസൈഡ് തന്നെയാണോ, ഇനി ആരെങ്കിലും എന്തെങ്കിലും മർഡർ ചെയ്തതാണോ എന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അങ്ങനെയുള്ള മെഡിക്കോ ലീഗൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്ലിനിക്കൽ പർപ്പസിന്. ചിലപ്പോ ഒരു വ്യക്തി മരണപ്പെട്ട് കഴിയുമ്പോഴാണ് ഇന്ന അസുഖമായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടത്തിലൂടെ ആയിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, then clinical autopsy, loosely termed as pathological autopsy. അണ്ടർലൈൻ ചെയ്യാം. ക്ലിനിക്കൽ ഓട്ടോപ്സിനെ തന്നെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പാത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. Is carried out to the diagnosis the disease which has led to the mortality when anti-mortem efforts have failed. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓട്ടോപ്സി ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഈ ഓട്ടോപ്സി ചെയ്യുന്നത് മരണത്തിന് അല്ലെങ്കിൽ ആ ഒരു മീൻസ് ആ മരണത്തിലോട്ട് എത്തിച്ച കാരണം കണ്ടെത്തണം അല്ലെ? കോസ് ഓഫ് ഡിസീസസ്, മരണത്തിന്റെ കാരണം കണ്ടെത്താനും അതുപോലെ when anti-mortem effort have failed, അതായത് മരണത്തിന് മുൻപ് നമുക്ക് ഇപ്പൊ ഒരു വ്യക്തി മരണപ്പെട്ടു, ദെൻ അദ്ദേഹത്തിന് അത്രയും നാളെ ചിലപ്പോൾ ഒരു അസുഖമൊന്നും ഇല്ലാത്തൊരു വ്യക്തി ആയിരിക്കാം,
പെട്ടെന്ന് ഒരു ദിവസം അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വന്ന് മരണപ്പെട്ട് കഴിഞ്ഞു, അങ്ങനെയുള്ള അസ്വാഭാവിക മരണമുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ചിലപ്പോൾ അയാൾക്ക് ചിലപ്പോൾ ഒരു മാരകമായിട്ടുള്ള ഒരു അസുഖമുണ്ട് എന്നറിയുന്നത്. ഓക്കെ, അതാണ് ആന്റിമോർട്ടം. അതായത് മുൻപ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ടാവില്ല, പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ആൾക്ക് ഇങ്ങനെ അസുഖമാണ് എന്ന് കണ്ടെത്തുന്നത്. പല കേസുകളും അങ്ങനെയാണ്, പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോഴായിരിക്കും, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലായിരിക്കും ചിലപ്പോൾ അസുഖം ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിയുന്നത്. ഓക്കെ, അപ്പൊ ഓട്ടോപ്സിയിൽ അണ്ടർലൈൻ ചെയ്യേണ്ടത് സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ് ആണ്. ദെൻ അതുപോലെ തന്നെ ക്ലിനിക്കൽ ഓട്ടോപ്സിന്റെ ടേംഡ് ആസ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. ഇത് രണ്ടും അണ്ടർലൈൻ ചെയ്തോ? പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് കേട്ടോ അത്. എന്താണ് ഓട്ടോപ്സി എന്നുള്ളതും പിന്നെ ഓട്ടോപ്സിനെ നമ്മൾ വിളിക്കുന്ന മറ്റു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. ഓക്കെ, ഇനി അടുത്തത് ഇതുകൂടി പറഞ്ഞിട്ട് ഞാനൊന്ന് വായിപ്പിക്കാം കേട്ടോ. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ഇനി ഇങ്ങനെ ഓട്ടോപ്സി ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണെന്ന്, ഉദ്ദേശം എന്താണെന്ന്, ഉദ്ദേശം ഉണ്ടെങ്കിലോ എന്താണ് ഉദ്ദേശം? പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നതിന്റെ ഉദ്ദേശം എന്താണ്? ആലോചിച്ച് നോക്കിയേ, എന്താണ് ഉദ്ദേശം? പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന്റെ ഉദ്ദേശം ആൻസർ പെട്ടെന്ന് മരണ കാരണം കണ്ടെത്താൻ, കാരണം കണ്ടെത്താന്, പിന്നെ എപ്പോൾ എന്തൊക്കെയാണ്? മരിച്ച സമയം കണ്ടെത്താനായിട്ട് അല്ലെ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓട്ടോപ്സി നമ്മൾ ചെയ്യുന്നത്. നോക്കാം. ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ഡിസീസസ് വിച്ച് ഹാവ് led to death when antemortem attempts have failed. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് ഇവിടെ പറയുന്നത് എന്താണ്? ടു എസ്റ്റാബ്ലിഷ്, മരണ കാരണം, മരണത്തിലോട്ട് എത്തിപ്പെടാനായിട്ടുള്ള അസുഖം എന്താണ്, ഡിസീസസ് കണ്ടെത്തണം. ആന്റിമോർട്ടം അല്ലെ, അതായത് മരണത്തിന് മുൻപ് എന്തെങ്കിലും ഓൾറെഡി ആൾക്ക് അസുഖം നേരത്തെ ഓൾറെഡി ഉണ്ടോ എന്നൊക്കെ കണ്ടെത്താനായിട്ടാണ് നമ്മുടെ ഓട്ടോപ്സിയുടെ ഫസ്റ്റ് ഉദ്ദേശം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് പറയുന്നത് ടു സ്റ്റഡി പാത്തോളജി ഓഫ് ഡിസീസസ് വിച്ച് ഹാസ് led to death even when diagnosis has been established prior to death. അല്ലേ, അതായത് ഇവിടെ പറയുന്നത് എന്താണ്? മരണത്തിന് മുൻപ് രോഗം കണ്ടുപിടിച്ചിട്ടുണ്ടാകും, പക്ഷേ രോഗം കണ്ടുപിടിച്ചെങ്കിലും അത് ആ രോഗത്തെ കുറിച്ച് പിന്നീടാണ് നമ്മൾ കൂടുതലായിട്ടും അറിയുന്നത് അല്ലെ. മരണത്തിന് മുമ്പ് രോഗം നിർണയിക്കപ്പെട്ടിട്ടുണ്ടാവും ചില ആളുകൾക്ക്, പക്ഷെ മരണത്തിലേക്ക് നയിച്ച ആ ഒരു രോഗത്തിനെ കുറിച്ച് പഠിക്കാൻ, അതായത് എന്തുകൊണ്ടാണ് ആ വ്യക്തി മരണപ്പെട്ടത്, ഓൾറെഡി മീൻസ് ആ രോഗം കണ്ടെത്തിയിട്ടുണ്ടാകും, പക്ഷെ അതിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ പഠനങ്ങൾ നടത്തുവാൻ. മൂന്നാമത്തത് രണ്ട് പർപ്പസ് ആണിട്ടുള്ളത്. ഇനി മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, രണ്ടാമത്തതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. അപ്പൊ രണ്ട് ടൈപ്പ് ഓട്ടോപ്സി ഉണ്ട് കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സിയും ഉണ്ട്, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയും ഉണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരണ കാരണം കണ്ടെത്താം. അതായത് ഇതുപോലെ അസ്വാഭാവിക മരണങ്ങൾ വരുമ്പോൾ, ഇപ്പൊ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ, ഇപ്പൊ നമ്മുടെ ക്ലിനിക്കൽ ഓട്ടോപ്സിയാണ് ചെയ്യുന്നത്. ദെൻ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് പറയുന്നത്. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഈസ് executed with the aim of providing answers to questions about identity, cause of death, time of death, situation of death, etc. is benefiting the law enforcing agencies to settle the crime. പക്ഷെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ഇൻഫോർമേഷൻസുകൾ ഡെഡ് ബോഡിയിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കൂടുതലും ഇതുപോലെയുള്ള കേസ് അന്വേഷണങ്ങളൊക്കെ വരുമല്ലോ, ക്രൈം ലോ എൻഫോഴ്സിംഗ് ഏജൻസീസ്, ഇതുപോലെ എന്തെങ്കിലും ഇതുപോലെ മർഡർ സംഭവിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ദുരൂഹ സാഹചര്യത്തിലുള്ള മരണങ്ങൾ സംഭവിക്കുമ്പോൾ അത് മെഡിക്കോ ലീഗൽ കേസസ് ആയിട്ട്, ഇതുപോലെ സൂയിസൈഡ് ആണോ അങ്ങനെയുള്ള കേസസുകളൊക്കെ വരുമ്പോഴാണ് നമ്മൾ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത്. സോ അപ്പോ ആ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയിലൂടെ ഡെഡ് ബോഡി ഐഡന്റിഫൈ ചെയ്യാനും പിന്നെ മരണ കാരണം കണ്ടെത്താനും ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻ ഓഫ് ഡെത്ത്, ഏത് സിറ്റുവേഷനിൽ മരണപ്പെട്ടു, ദെൻ ആ ഒരു മരണപ്പെട്ട ടൈം, ഇതെല്ലാം ഈ ഒരു മെഡിക്കൽ ഓട്ടോപ്സി വഴി നമുക്ക് ലഭിക്കുന്നു. സോ ഇത് ക്രൈം സെറ്റിൽ അവർക്ക് ലോ എൻഫോഴ്സിംഗ് പോലീസുകാർക്കോ CBIക്കോ അവർക്ക് ഇത് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് ബെനഫിറ്റബിൾ ആണ്. കാരണം കേസ് അന്വേഷണത്തിന് ഈ ഒരു ഡെഡ് ബോഡിയുടെ എല്ലാ വിവരങ്ങളും അവർക്ക് അറിയേണ്ടതായിട്ടുണ്ട്. സോ അവർക്ക് അത് കുറച്ചും കൂടി എന്താ പറയാ ബെനഫിറ്റബിൾ ആണ്. ഓക്കെ, അത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഓട്ടോപ്സി വായിക്കണം. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി.
വായിച്ചോ? ഓട്ടോപ്സി, ക്ലിനിക്കൽ ഓട്ടോപ്സി, പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. അതിന്റെ നെക്സ്റ്റ് 2 പോയിന്റ് ആണ് കേട്ടോ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് വരുന്നത്. ഇതിനടുത്തത് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ആണ് നെക്സ്റ്റ് വൺ. ഇനി മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി നമ്മൾ എന്താണെന്ന് പഠിച്ചു. ഇനി അതിന്റെ പർപ്പസ് ആണ് നോക്കുന്നത്. പർപ്പസ് ഓഫ് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി. മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയുടെ പർപ്പസ്, ഉദ്ദേശങ്ങള്, ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ഡെത്ത്. മരണത്തിന്റെ കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്തുക. ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ഓഫ് മാനർ ഓഫ് ഡെത്ത്. മരണത്തിന്റെ അല്ലെ കൃത്യമായിട്ടുള്ള കാരണവും രീതി, ഏത് രീതിയിലാണ് മരണപ്പെട്ടത് ആ ഒരു രീതിയും കണ്ടെത്തുന്നത്. Then to establish identity of the deceased. മരിച്ചയാളുടെ ഐഡന്റിറ്റി അല്ലെ, അതായത് മരിച്ചയാളുടെ വ്യക്തിത്വം സ്ഥാപിക്കാൻ, അതായത് ആളുടെ കാര്യങ്ങൾ തിരിച്ചറിയാനാണ് നമ്മൾ ഒത്തിരി കാര്യങ്ങള്. ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്. മരണസമയം, എപ്പോഴാണ് ആ വ്യക്തി മരണപ്പെട്ടത് എന്ന് കണ്ടെത്തുവാൻ. Then to collect trace evidence. അല്ലെ, തെളിവുകൾ ശേഖരിക്കുവാൻ. Then reorganization of the crime scene. കൃത്യം നടക്കുന്നതിന്റെ ഒരു മീൻസ് ഒരു പുനഃസംഘടന എന്നൊക്കെ പറയില്ലേ നമ്മള്. കുറ്റകൃത്യം നടന്നതിന്റെ ആ ഒരു പുനരാവിഷ്കരണമൊക്കെ നടത്താനായിട്ട് നമ്മൾ സിനിമകളൊക്കെ കാണാറില്ലേ നിങ്ങള്. മരണം സംഭവിച്ച ആ ഒരു ഏരിയയിലൊക്കെ പോയി നോക്കുന്നു അല്ലെ. നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും തെളിവുകളൊക്കെ ഉണ്ടോ എന്നൊക്കെ നമ്മൾ തെളിവുകളൊക്കെ നോക്കാനായിട്ട് ആ ഒരു കൃത്യം നടന്ന അവിടെ പോയിട്ടൊക്കെ ഒന്ന് പരീക്ഷിക്കും, നമ്മളത് ഒബ്സർവ് ഒക്കെ ചെയ്യും. ഓക്കെ, ഇതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയും അതിന്റെ പർപ്പസ്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്താണ്, അതിന്റെ പർപ്പസ് ഒന്ന് വായിക്കാം. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ ക്ലിനിക്കൽ ഓട്ടോപ്സി എന്താണ്, മെഡിക്കൽ ഓട്ടോപ്സി എന്താണ്, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ആണ് നമ്മൾ പഠിച്ചത്. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് നോക്കാം. Even though the procedure of both autopsies is the same.
അതായത് ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ ആണെങ്കിലും മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയുടെ ആണെങ്കിലും പ്രൊസീജിയേഴ്സ് ഒക്കെ സെയിം തന്നെയാണ്. ബട്ട് ദേ ആർ ഡിസിമിലർ ഇൻ സം ആസ്പെക്ട്സ്. ചില കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അതിൽ രണ്ടിലും കുറച്ച് വ്യത്യാസങ്ങൾ കാണാം. Usually, the clinical autopsy is performed by pathologist. Underline ചെയ്യാട്ടോ സെന്റൻസ്. ക്ലിനിക്കൽ ഓട്ടോപ്സി പെർഫോം ചെയ്യുന്നത് പാത്തോളജിസ്റ്റ് ആയിരിക്കും. Then ML, medical legal autopsy is by forensic expert. മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ട് ആയിരിക്കും. Then clinical autopsy ചെയ്യുന്നത് പാത്തോളജിസ്റ്റ് ആയിരിക്കും. അണ്ടർലൈൻ ചെയ്യാട്ടോ സെന്റൻസ്. Okay. Underline ചെയ്തോ ലാസ്റ്റ് സെന്റൻസ്. ദെൻ നമ്മൾ മോർച്ചറി സർവീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയി. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. ദെൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കാം. മോർച്ചറി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. ഫസ്റ്റ് വൺ മോർച്ചറി സർവീസസ് നമ്മൾ പഠിച്ചു. മോർച്ചറി എന്താണെന്നുള്ളത് പഠിച്ചു അല്ലെ. മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചു ഹോസ്പിറ്റലിലെ. എവിടെയെങ്കിലും ക്ലാസ് മിസ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഒന്ന് റിവൈസ് ചെയ്യുന്നത്. മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ ഇൻവൈറ്റബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ് അല്ലെ. ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭാഗമാണ്. മോർച്ചറി മെയിൻ ആയിട്ട് പറയുന്നത് ഡെഡ് ബോഡീസ് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു ഏരിയ ആണ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി മോർച്ചറി എന്നുള്ളൊരു വേർഡ് ഒരു ഫ്രഞ്ച് വേർഡിൽ നിന്നാണ് മോർച്ചറി എന്നുള്ളൊരു വേർഡ് വന്നത്. ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗ്, MORGE, മോർഗ് ഓർ മോർച്ചറി രണ്ട് രീതിയിൽ പറയും. സോ ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള മോർഗിൽ നിന്നാണ് മോർച്ചറി എന്നുള്ളൊരു വേർഡ് ഡിറൈവ് ചെയ്തത്. അതിന്റെ മീൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ which means to look solemnly to death. ഗൗരവത്തോടെ സൂക്ഷിക്കുക. അതായത് മോർച്ചറിയിൽ കൊണ്ടുവരുന്ന ഡെഡ് ബോഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗരവത്തോടെ സൂക്ഷിക്കുക. ദെൻ മോർച്ചറി, മോർഗ് എന്നുള്ളൊരു ടേം നോർത്ത് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ മോർഗ് എന്നാണ് അവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ ബ്രിട്ടീഷ് ഇംഗ്ലീഷിലാണെങ്കിൽ മോർച്ചറി എന്ന് തന്നെയാണ് പറയുന്നത്. ദെൻ മോർച്ചറിയുടെ നീഡ്സ് ആണ് നമ്മൾ നോക്കിയത്. ഹോസ്പിറ്റലിന് ഒരു പ്രൊവിഷൻ എന്താണ് ഡെഡ് ബോഡി നമ്മൾ കീപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഡ്യൂബിയസ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ മോർച്ചറി ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ പറഞ്ഞു പോലീസിനാണെങ്കിലും ഡോക്ടേഴ്സിനും മെഡിക്കൽ സ്റ്റുഡൻസിനും ദെൻ റിലേറ്റീവ്സ് ഓഫ് ഡെഡ് ബോഡിക്ക് ഇത് കോണ്ടാക്ട് മീൻസ് അവർക്ക് ഈ ഒരു ബെനിഫിഷ്യൽ ആണ്. ദെൻ മോർച്ചറി ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലെ പബ്ലിക് റിലേഷന് ഒരു സ്ഥാനം കൊടുക്കുന്നു. ദെൻ പിന്നെ നമ്മൾ നോക്കിയത് ഫങ്ഷൻസ് ഓഫ് മോർച്ചറി സർവീസസ് അല്ലെ. മോർച്ചറിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കി ഡെഡ് ബോഡി നമ്മൾ ഫോർമാലിറ്റിക്ക് ശേഷം നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാവുന്നത് പേഷ്യന്റിന്റെ നമ്മൾ ഡെഡ് ബോഡി നമ്മൾ ഫാമിലിക്ക് കൈമാറ്റം ചെയ്യുന്നത് വരെ നമ്മൾ കീപ്പ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞു മാക്സിമം ഡെഡ് ബോഡി നമ്മൾ 72 hours വരെയാണ് ക്ലെയിം ചെയ്യാത്ത ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്. 72 അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. 72 അണ്ടർലൈൻ ചെയ്തല്ലോ. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. പോസ്റ്റ്മോർട്ടത്തിനും മറ്റ് എക്സാമിനേഷനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഡെഡ് ബോഡി കീപ്പ് ചെയ്യുന്നത്. ടു കണ്ടക്ട് പിന്നെ അതുപോലെ മെഡിക്കൽ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ പഠിച്ചത് പ്ലാനിങ് പാരാമീറ്റർ ഓഫ് മോർച്ചറി. മോർച്ചറിയുടെ ആ ഒരു പ്ലാനിങ് പാരാമീറ്റർ ആണ്. അതിൽ നമ്മൾ പറഞ്ഞു ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂബിയസ് ആയിട്ടുള്ള പ്ലേസിലായിരിക്കണം. പക്ഷെ ഔട്ടിയിൽ നിന്നും ഐസിയിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പിന്നെ അതിന്റെ സ്പേസ് റിക്വയർമെന്റ് നമ്മൾ പഠിച്ചു 6 to 8 square feet ആയിരിക്കണം. ദെൻ ഇങ്ങനെ ഈ ഒരു COPP കമ്മിറ്റി ഓൺ പ്ലാൻ പ്രോജക്റ്റ് ആണ് ഈ ഏരിയയും സ്ക്വയർ ഫീറ്റിലൊക്കെ നമുക്ക് പ്ലാൻ ചെയ്യുന്നത്. COPP അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടോ നോക്കി എല്ലാവരും. അണ്ടർലൈൻ ചെയ്യാത്തവരാണെങ്കിൽ COPP അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഓക്കെ. ഫങ്ഷണൽ ഏരിയാസ് ആണ് പിന്നെ നമ്മൾ പഠിച്ചത്. അവിടെ നമ്മൾ പാർക്കിംഗ് വിത്ത് പോർട്ടിക്കോ പഠിച്ചു. ദെൻ റിസപ്ഷൻ ഉണ്ടായിരിക്കണം, ട്രോളി ബേ, വെയിറ്റിംഗ് ഏരിയ. നമ്മൾ ടെമ്പറേച്ചർ പഠിക്കുമ്പോൾ പോസിറ്റീവിലെയും നെഗറ്റീവിലെയും ടെമ്പറേച്ചർ ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. പോസിറ്റീവിലെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 degrees Celsius ആൻഡ് 4 degrees Celsius അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ചെയ്യാത്തവരുണ്ടെങ്കിൽ വായിക്കുമ്പോൾ ചെയ്ത് പോകുക കേട്ടോ. ദെൻ നെഗറ്റീവ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയായിരുന്നു? -25 degrees Celsius ആൻഡ് -15 degrees Celsius ആൻഡ് -25 degrees Celsius. ആ രണ്ട് ടെമ്പറേച്ചറും പഠിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞു ഡോക്ടേഴ്സിന്റെ റൂം ഉണ്ടായിരിക്കണം, സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം, ഓഫീസ് റൂം,
ദെൻ ടെക്നീഷ്യനും അസിസ്റ്റൻസിനും റൂം വേണം, ചേഞ്ചിങ് റൂംസ് ഉണ്ടായിരിക്കണം, ടോയ്ലറ്റ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ. പിന്നെ നമ്മൾ ഇന്ന് പഠിച്ചത് ടൈപ്സ് ഓഫ് മോർച്ചറി ആണ്. പ്രധാനമായിട്ടും 3 ടൈപ്പ് മോർച്ചറി ആണുള്ളത്. എന്തൊക്കെയായിരുന്നു? വെയിറ്റിംഗ് മോർച്ചറി, ദെൻ ഹോസ്പിറ്റൽ മോർച്ചറി, ദെൻ പ്രൈവറ്റ് മോർച്ചറി. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു മരണപ്പെട്ട വ്യക്തി യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റിംഗ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. ദെൻ ഡികമ്പോസ്ഡ് ആയതിനു ശേഷമാണ് ആള് മരണപ്പെട്ടു എന്ന് നമ്മൾ ഉറപ്പിക്കുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റുവേറ്റഡ് ഇൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഹോംസ്, കെയർ സെന്റേഴ്സുകൾ. ദെൻ അവിടെ ഒരു നമ്മുടെ മോർച്ചറിയിലെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു പേഴ്സൺ ഉണ്ട്. ആ വ്യക്തിയെ വിളിക്കുന്നതാണ് മോർട്ടീഷ്യൻ അല്ലെങ്കിൽ മോർച്ചറി ഡിസിൻഫെക്ഷൻ സർവീസ് ഏജന്റ്സ്. ഓക്കെ. ദെൻ പ്രൈവറ്റ് മോർച്ചറി. പ്രൈവറ്റ് മോർച്ചറി നമ്മൾ പഠിച്ചു. പ്രൈവറ്റ് മോർച്ചറി ആസ് എ പാർട്ട് ഓഫ് എ ഫ്യൂണറൽ ഹോംസിന്റെ ഭാഗമാണ്. ദെൻ പ്രൈവറ്റ് മോർച്ചറിയിൽ നമ്മൾ സ്വാഭാവിക മരണം സംഭവിച്ചിട്ടുള്ള ഡെഡ് ബോഡീസ് ആണ് നമ്മൾ പ്രൈവറ്റ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്. ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള അസുഖങ്ങൾ വന്നിട്ടുള്ള ഡെഡ് ബോഡീസ് ഒന്നും നമ്മൾ സൂക്ഷിക്കാറില്ല. പിന്നെ നമ്മൾ പഠിച്ചു മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. എങ്ങനെയാണ് മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അതിൽ നമ്മൾ പറഞ്ഞു രജിസ്റ്ററിൽ വരുന്ന ഡെഡ് ബോഡീസിന്റെ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതണം. ടെമ്പറേച്ചർ ഒക്കെ കൃത്യമാണോ എന്ന് എപ്പോഴും നിലനിർത്തണം. അതുപോലെ തന്നെ മോർച്ചറി പരിസരം മറ്റും ക്ലീൻ ആയിരിക്കണം, ശുചിത്വം ഉണ്ടായിരിക്കണം, സെക്യൂരിറ്റി ഉണ്ടായിരിക്കണം, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഏജൻസികൾ നമ്മൾ പാലിച്ചിരിക്കണം. Then autopsy. Autopsy എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം. ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ്. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്പ് ഈസ് കോൾഡ് ചോദിച്ചിട്ടുണ്ട് എക്സാമുകൾക്ക്. അപ്പോ എന്താണ് മൃതശരീരങ്ങളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. Then is carried out for clinical as well as medical purpose. അപ്പൊ ക്ലിനിക്കൽ ആയിട്ടുള്ളതിന് വേണ്ടിയും മെഡിക്കോ ലീഗൽ പർപ്പസിന് വേണ്ടിയിട്ടുമാണ് നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നത്. ദെൻ ക്ലിനിക്കൽ ഓട്ടോപ്സിനെ തന്നെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പാത്തോളജിക്കൽ ഓട്ടോപ്സി. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ദെൻ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് ആണ് നമ്മൾ നോക്കിയത്. അതുപോലെ മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി എന്താണ്? മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി കുറച്ചുകൂടി എന്താ പറയാ കോസ് ഓഫ് ഡെത്ത്, ടൈം, അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ലോ എൻഫോഴ്സിംഗ് ഏജൻസിക്കും ക്രൈം അന്വേഷണങ്ങൾക്കൊക്കെ അത് ബെനഫിറ്റ് ആണ്. ദെൻ പർപ്പസ് ഓഫ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സിയുടെ പർപ്പസുകൾ. പിന്നെ 2 പ്രത്യേകതകളാണ്. രണ്ടിന്റെയും പ്രൊസീജിയർ സെയിം ആണ്, എങ്കിലും 2 വ്യത്യാസങ്ങൾ നമ്മൾ പ്രത്യേകം പറഞ്ഞു. ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് പാത്തോളജിസ്റ്റ് ആണ്, പക്ഷെ മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ട് ആയിരിക്കും. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ പഠിച്ചത്. ഒറ്റയടിക്ക് ഞാൻ എങ്കിലും മാക്സിമം ഞാൻ റിവൈസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ക്ലാസ് മിസ് ആയിട്ടുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഓക്കെ ആണോ? മോർച്ചറി സർവീസ് ചെറിയൊരു ചാപ്റ്റർ ആണ്, എങ്കിലും ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് അത് പഠിക്കാനുണ്ട് അല്ലേ? ഓക്കെ. ഇനി ഒന്ന് നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, ഒരു പ്രാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എല്ലാ പോയിന്റ്സും ഒന്ന് വായിക്കണം കേട്ടോ. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കാം. അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഇനി എവിടെയെങ്കിലും വായിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ സമയം തന്നിരിക്കുന്നത് വായിക്കാനായിട്ട്.
ടെമ്പറേച്ചറുകൾ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ടെമ്പറേച്ചർ പഠിക്കണം. ഏതായിരുന്നു? നീഡ് ഫോർ മോർച്ചറിയോ? അതായത് a precisely planned mortuary complex is beneficial to all those who come in contact with. അതായത് ഈ മോർച്ചറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കൊക്കെയാണ് അത് ബെനഫിഷ്യൽ ആയിട്ടുള്ളത്? ബെനഫിഷ്യൽ ആയിട്ടുള്ളത് പോലീസിന്, അതുപോലെ ഡോക്ടേഴ്സിന് അല്ലെ. പോലീസിനാണെങ്കിൽ ഇതുപോലെ മെഡിക്കൽ ലീഗൽ കേസസ് ഒക്കെ വരുമ്പോൾ അന്വേഷണമൊക്കെ നടത്താനായിട്ട് മോർച്ചറിയിൽ ഡെഡ് ബോഡി സൂക്ഷിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഡോക്ടേഴ്സിനാണെങ്കിലും നമ്മളിപ്പോ ഓട്ടോപ്സി ഒക്കെ ചെയ്യാനായിട്ട് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നു. ദെൻ മെഡിക്കൽ സ്റ്റുഡൻസിന്, അതായത് ഇപ്പോ മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിൽ ഡെഡ് ബോഡിയിലൊക്കെ വെച്ചിട്ട് അവർ പഠിക്കാറൊക്കെ ഉണ്ട് അല്ലെ. നമ്മള് ഫിലിമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സ്റ്റുഡൻസിന്, അതുപോലെ സ്റ്റാഫ്, റിലേറ്റീവ്സ് ഓഫ് ദ ഡെഡ്, മരണപ്പെട്ട ആളുടെ ചിലപ്പോൾ അവർക്ക് വീട്ടിൽ വെക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളൊക്കെ ഉണ്ടാകാം അല്ലെ. ഇപ്പോൾ ഡെഡ് ബോഡി മോർച്ചറി നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റില്ലല്ലോ. വീട്ടിൽ 1-2 ദിവസത്തിൽ കൂടുതൽ നമുക്ക് അങ്ങനെ വീട്ടിൽ നമ്മൾ ആ ഒരു ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്ത് അങ്ങനെ സൂക്ഷിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ മോർച്ചറിയിൽ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് ഡെഡ് ബോഡി കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പൊ ഇത്രയും ആളുകൾക്ക് അത് ബെനഫിഷ്യൽ ആണെന്ന് ഏതാണ് പറയുന്നത്, നീഡിൽ പറയുന്നത്. കംപ്ലീറ്റ് വായിച്ചോ? ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി എല്ലാവരും. ചെറിയ ചാപ്റ്റർ ആണ്, അതുകൊണ്ടാണ് ഞാനൊന്ന് ഓടിച്ചൊന്ന് വായിച്ചു നോക്കാൻ സമയം തന്നത് കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മളുടെ മോർച്ചറി എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ എടുക്കണില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞു വെക്കണുള്ളൂ, എടുത്തിന് ബോറടിക്കണില്ല. നമ്മൾ ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. നിങ്ങളുടെ ചാപ്റ്ററിൽ ടെക്സ്റ്റില് ഏത് ചാപ്റ്ററിന്റെ എത്രാമത്തെ ചാപ്റ്റർ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഡയറ്ററി സർവീസ് ചാപ്റ്റർ ഏതായിരുന്നു? പേജ് നമ്പർ ഒക്കെ 41, ചാപ്റ്റർ 41 7 ആണോ? യെസ്, ചാപ്റ്റർ 7 പേജ് നമ്പർ ആണോ 41? ഓക്കെ, പേജ് നമ്പർ ആണ് 41. ഓക്കെ, അപ്പോ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇനി നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ ഡയറ്ററി സർവീസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും മോർച്ചറിയൊക്കെ പോലെ തന്നെ ചെറിയൊരു ചാപ്റ്റർ ആണ്. എനിക്ക് തോന്നുന്നു അധികം പേജസ് ഒന്നും ഇല്ല. ടെക്സ്റ്റില് എടുത്ത് നോക്കി എത്ര പേജസ് ഉണ്ടെങ്കിൽ തോന്നുന്നു മേ ബി 4 പേജസ് ഉള്ളൂ. ചെറിയൊരു ചാപ്റ്റർ ആണ്, എളുപ്പമാണ് പഠിക്കാനായിട്ടും അല്ലെ. ഡയറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഡയറ്ററി? ഡയറ്ററി എന്ന് പറയുന്നത് എന്താണ്? ഫുഡ് അല്ലെ. അപ്പോ ഫുഡ് സർവീസിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ്. അതായത് ഇപ്പോ ഓരോ പേഷ്യന്റിനും ചിലപ്പോൾ ചില പേഷ്യൻസുകൾക്ക് ചില ഫുഡ്സുകളും കാര്യങ്ങളൊക്കെ കഴിക്കാനൊന്നും പറ്റില്ല അല്ലെ. പേഷ്യൻസ് ഡയറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള ഒരു ഡയറ്റ് ചാർട്ട് കാര്യങ്ങളൊക്കെ ഓരോ പേഷ്യൻസിനൊക്കെ ഉണ്ടാകും. സോ അങ്ങനെ ഓരോ പേഷ്യൻസിന്റെയും ആ ഒരു രോഗത്തിന്റെ അസുഖം നോക്കിയിട്ട് അതിന്റെ തരം, സ്വഭാവം എന്താണ്, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് ആ പേഷ്യൻസിന് നമ്മൾ കൊടുക്കേണ്ട ഫുഡ് അല്ലെങ്കിൽ ആ ഒരു ഫുഡ് പീരീഡ് അങ്ങനെയുള്ള ആ ഒരു ഡയറ്റ് സർവീസസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ഡയറ്ററി സർവീസിൽ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യായിരിക്കും അല്ലെ. അപ്പോ അടുത്ത ക്ലാസ്സിൽ നിങ്ങളൊന്ന് ഡയറ്ററി സർവീസിന്റെ ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് വായിച്ചിട്ട് വരണം. ഓക്കെ, വായിക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ആ ഒരു പാരഗ്രാഫ്, ഒരു ചെറിയ കുഞ്ഞു പാരഗ്രാഫ് ആണ് ഇൻട്രൊഡക്ഷൻ. അതൊന്ന് എല്ലാവരും വായിക്കണം കേട്ടോ. ഇൻട്രൊഡക്ഷൻ മാത്രം വായിച്ചാൽ മതി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം കിട്ടില്ലല്ലോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ക്ലാസ് ആയിട്ട് തന്നെ നമുക്കത് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് വായിച്ചിട്ട് വരിക. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡയറ്ററി സർവീസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.